എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. ഇതൊരു ബിസിനസ് കഥ മാത്രമല്ല, ഇത് രണ്ട് കുടുംബങ്ങളുടെ കഥയാണ്. രത്തൻ ടാറ്റയും സൈറസ് മിസ്ത്രിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണിത്. ദി ബോർഡ് റൂം കൂപ്പ് എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ആദ്യം നമുക്ക് ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് നോക്കാം. ടാറ്റ എന്നത് വെറും ഒരു കമ്പനിയല്ല, അത് ഇന്ത്യയുടെ ഒരു വികാരമാണ്. ഉപ്പ് മുതൽ സോഫ്റ്റ്വെയർ വരെ അവർ നിർമ്മിക്കുന്നു. 100 വർഷത്തിലേറെയായി ടാറ്റ കുടുംബമാണ് ഇത് ഭരിക്കുന്നത്. രത്തൻ ടാറ്റയായിരുന്നു ദീർഘകാലം ഇതിന്റെ ചെയർമാൻ. അദ്ദേഹം ടാറ്റയെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി. ജാഗ്വാർ, ലാൻഡ് റോവർ, കോറസ് സ്റ്റീൽ തുടങ്ങിയ വലിയ കമ്പനികളെ അദ്ദേഹം വാങ്ങി. പക്ഷേ 2012 രത്തൻ ടാറ്റ വിരമിക്കാൻ തീരുമാനിച്ചു. ടാറ്റ സൺസ് ബോർഡിന് പുതിയൊരു ചെയർമാനെ ആവശ്യമായി വന്നു. അവർ അന്വേഷണം തുടങ്ങി. ഒടുവിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ തന്നെ കണ്ടെത്തി. അവർ സൈറസ് മിസ്ത്രിയെ തിരഞ്ഞെടുത്തു. ആരായിരുന്നു സൈറസ് മിസ്ത്രി? അദ്ദേഹം പുറത്തുനിന്നുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഷപൂർജി പല്ലോൺജി ഗ്രൂപ്പ്. ടാറ്റ സൺസിൽ 18.4% ഷെയറുകൾ ഇവർക്കാണ്. ടാറ്റ ട്രസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ഇവരാണ്. 70 വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ട്. സൈറസ് ചെറുപ്പമായിരുന്നു, മിടുക്കനായിരുന്നു. രത്തൻ ടാറ്റയ്ക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അങ്ങനെ 2012 ഡിസംബറിൽ സൈറസ് മിസ്ത്രി ടാറ്റ സൺസിന്റെ ചെയർമാനായി. എല്ലാവരും ഹാപ്പിയായിരുന്നു. രത്തൻ ടാറ്റ വിരമിച്ച് ചെയർമാൻ എമിരിറ്റസ് ആയി. താൻ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മിസ്ത്രി തന്റെ ജോലി തുടങ്ങി. ആദ്യത്തെ കുറച്ചു കാലം പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ പതിയെ പ്രശ്നങ്ങൾ തുടങ്ങി. പ്രധാന പ്രശ്നം അവരുടെ സ്റ്റൈലായിരുന്നു. രത്തൻ ടാറ്റ ഒരു വിഷണറി ആയിരുന്നു. അദ്ദേഹം റിസ്ക് എടുക്കും. അദ്ദേഹം നാനോ കാർ കൊണ്ടുവന്നു. വലിയ കമ്പനികളെ വാങ്ങി. വളർച്ചയും പ്രശസ്തിയുമായിരുന്നു അദ്ദേഹത്തിന് വലുത്. എന്നാൽ സൈറസ് മിസ്ത്രി വേറെ രീതിയിലാണ് ചിന്തിച്ചത്. അദ്ദേഹം പ്രാക്ടിക്കലായിരുന്നു. അദ്ദേഹം ബാലൻസ് ഷീറ്റ് നോക്കി. ലാഭവും നഷ്ടവും കണക്കുകൂട്ടി. പല ടാറ്റ കമ്പനികളും നഷ്ടത്തിലാണെന്ന് അദ്ദേഹം കണ്ടു. ഇത് ക്ലീൻ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. നഷ്ടത്തിലുള്ള ബിസിനസ്സുകൾ വിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇതാണ് തർക്കത്തിന് കാരണമായത്. നമുക്ക് ആ പ്രശ്നങ്ങൾ ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ പ്രശ്നം ടാറ്റ നാനോ ആയിരുന്നു. ഇത് രത്തൻ ടാറ്റയുടെ സ്വപ്നമായിരുന്നു. സാധാരണക്കാർക്ക് ഒരു കാർ നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ പ്രൊജക്ട് പരാജയപ്പെട്ടു. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നു. നാനോയുടെ ഉൽപ്പാദനം നിർത്താൻ മിസ്ത്രി തീരുമാനിച്ചു. ഇത് വെറും പണനഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ രത്തൻ ടാറ്റയ്ക്ക് നാനോ വെറും ഒരു കാർ ആയിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ഇമോഷൻ ആയിരുന്നു. മിസ്ത്രിയുടെ തീരുമാനം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. രണ്ടാമത്തെ പ്രശ്നം ഡോകോമോ കേസായിരുന്നു. ജപ്പാൻ കമ്പനിയായ ഡോകോമോയുമായി ടാറ്റയ്ക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് പരാജയപ്പെട്ടു. കരാർ പ്രകാരം ടാറ്റ ഡോകോമോയ്ക്ക് പണം നൽകണമായിരുന്നു. എന്നാൽ മിസ്ത്രി പറഞ്ഞു, നമ്മൾ ഇത് ലീഗലായി ഫൈറ്റ് ചെയ്യണമെന്ന്. വെറുതെ പണം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ രത്തൻ ടാറ്റ സമ്മതിച്ചില്ല. ടാറ്റ ഗ്രൂപ്പിന് ഒരു അന്തസ്സുണ്ട്, കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അവർ തമ്മിൽ വലിയൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാക്കി. മൂന്നാമത്തെ പ്രശ്നം കമ്പനികൾ വാങ്ങിയതായിരുന്നു. രത്തൻ ടാറ്റ വാങ്ങിയ പല കമ്പനികളും വലിയ വില കൊടുത്താണ് വാങ്ങിയതെന്ന് മിസ്ത്രി വിശ്വസിച്ചു. ഉദാഹരണത്തിന് യൂറോപ്പിലെ കോറസ് സ്റ്റീൽ, അത് വലിയ നഷ്ടത്തിലായിരുന്നു. ആ സ്റ്റീൽ ബിസിനസ് വിൽക്കാൻ മിസ്ത്രി ശ്രമിച്ചു. ഇത് രത്തൻ ടാറ്റയുടെ ലെഗസിയെ ചോദ്യം ചെയ്യുന്നത് പോലെയായി. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ടാറ്റ സൺസ് ആണ് മെയിൻ കമ്പനി. എന്നാൽ ഇതിന്റെ ഭൂരിഭാഗം ഷെയറുകളും ടാറ്റ ട്രസ്റ്റിന്റെ കയ്യിലാണ്. രത്തൻ ടാറ്റയായിരുന്നു ട്രസ്റ്റിന്റെ തലവൻ. മിസ്ത്രി ടാറ്റ സൺസിന്റെ തലവനും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ടാറ്റ ട്രസ്റ്റിന് പ്രത്യേക അധികാരങ്ങളുണ്ട്. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മിസ്ത്രി ട്രസ്റ്റിനോട് പറയണമായിരുന്നു. എന്നാൽ മിസ്ത്രി കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്ന് രത്തൻ ടാറ്റ കരുതി. മിസ്ത്രി റിട്ടേൺ ഓഫ് ക്യാപിറ്റലിൽ ശ്രദ്ധിച്ചു. ലാഭമില്ലാത്ത പഴയ ബിസിനസ്സുകളെ ലെഗസി ഹോട്ട്സ്പോട്ട്സ് എന്ന് അദ്ദേഹം വിളിച്ചു. അദ്ദേഹം യൂറിയ ബിസിനസ് വിറ്റു. വെൽസ്പെൻ എനർജി ബിസിനസ് വാങ്ങി. ഇതൊന്നും രത്തൻ ടാറ്റയുമായി ചർച്ച ചെയ്തില്ല. മിസ്ത്രി ആരുടെയും വാക്ക് കേൾക്കാതെ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ബോർഡിന് തോന്നി. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നു. 2016 ഒക്ടോബർ 24. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. ബോംബെ ഹൗസിൽ ഒരു ബോർഡ് മീറ്റിംഗ് നിശ്ചയിച്ചു. ടാറ്റയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണിത്. സൈറസ് മിസ്ത്രി മീറ്റിംഗിനെത്തി. അതൊരു സാധാരണ മീറ്റിംഗ് ആണെന്നാണ് അദ്ദേഹം കരുതിയത്. മീറ്റിംഗിന് തൊട്ടു മുൻപ് രത്തൻ ടാറ്റയും മറ്റൊരു ഡയറക്ടറും മിസ്ത്രിയെ കണ്ടു. അവർ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു. മിസ്ത്രി ഞെട്ടിപ്പോയി. അദ്ദേഹം രാജിവെക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഇല്ലീഗലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ബോർഡ് മീറ്റിംഗ് തുടങ്ങി. ഒരു ഡയറക്ടർ പുതിയൊരു പ്രമേയം കൊണ്ടുവന്നു. ചെയർമാനെ മാറ്റുക എന്നതായിരുന്നു അത്. മിസ്ത്രി എതിർത്തു. ഇതിന് നോട്ടീസ് നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബോർഡ് അത് കേട്ടില്ല. അവർ വോട്ട് ചെയ്തു. 6 ഡയറക്ടർമാർ മിസ്ത്രിക്കെതിരെ വോട്ട് ചെയ്തു. 2 പേർ മാറി നിന്നു. മിസ്ത്രിയെ പുറത്താക്കി. വെറും മിനിറ്റുകൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു. രത്തൻ ടാറ്റയെ ഇന്ററിം ചെയർമാനാക്കി. കോർപ്പറേറ്റ് ലോകം ശരിക്കും ഞെട്ടി. ഇതുകൊണ്ടാണ് ഇതിനെ കൂപ്പ് എന്ന് വിളിക്കുന്നത്. മിസ്ത്രി പുറത്തിറങ്ങി. അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു. അദ്ദേഹം ബോർഡ് ഡയറക്ടർമാർക്ക് ഒരു വലിയ ഇമെയിൽ അയച്ചു. മീഡിയ ഇതിനെ ലെറ്റർ ബോംബ് എന്ന് വിളിച്ചു. ഈ ഇമെയിലിൽ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. താനൊരു ലെയിം ഡക്ക് ചെയർമാൻ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. രത്തൻ ടാറ്റ എല്ലാത്തിലും ഇടപെട്ടിരുന്നു. നാനോ പ്രൊജക്ടിനെ അദ്ദേഹം വിമർശിച്ചു. ടാറ്റ ഗ്രൂപ്പിന് 1.18 ലക്ഷം കോടി രൂപയുടെ നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ടാറ്റ ഗ്രൂപ്പിന്റെ ഇമേജിനെ ഇത് ബാധിച്ചു. പിന്നീട് ലീഗൽ യുദ്ധം തുടങ്ങി.
സൈറസ് മിസ്ത്രി NCLTയിൽ കേസ് കൊടുത്തു. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണിത്. ഓപ്പറേഷൻ ആൻഡ് മിസ് മാനേജ്മെന്റ് ആണ് ടാറ്റയിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ ഓഹരി ഉടമകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് അദ്ദേഹം വാദിച്ചു. ടാറ്റ ഗ്രൂപ്പ് വലിയ വക്കീലന്മാരെ വെച്ചു. ചെയർമാനെ മാറ്റാൻ ബോർഡിന് അധികാരമുണ്ടെന്ന് അവർ വാദിച്ചു. മിസ്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അവർ പറഞ്ഞു. മിസ്ത്രി രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നും അവർ ആരോപിച്ചു. 2017 NCLT വിധി പറഞ്ഞു. അവർ മിസ്ത്രിയുടെ പരാതി തള്ളി. ടാറ്റ സൺസ് ബോർഡ് ചെയ്തത് ശരിയാണെന്ന് അവർ പറഞ്ഞു. ആദ്യ റൗണ്ടിൽ മിസ്ത്രി തോറ്റു. പക്ഷേ മിസ്ത്രി വിട്ടുകൊടുത്തില്ല. അദ്ദേഹം NCLATയിൽ അപ്പീൽ പോയി. കേസ് മാസങ്ങളോളം നടന്നു. 2019 ഡിസംബറിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. NCLAT ടാറ്റയ്ക്കെതിരെ വിധി പറഞ്ഞു. സൈറസ് മിസ്ത്രിയെ പുറത്താക്കിയത് ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞു. അദ്ദേഹത്തെ വീണ്ടും ചെയർമാനായി നിയമിക്കാൻ കോടതി ഉത്തരവിട്ടു. പുതിയ ചെയർമാൻ N ചന്ദ്രശേഖരന്റെ നിയമനം നിയമവിരുദ്ധമാണെന്നും അവർ പറഞ്ഞു. ഇത് മിസ്ത്രിക്ക് വലിയ വിജയമായിരുന്നു. രത്തൻ ടാറ്റയ്ക്ക് കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു ഇത്. ടാറ്റ കമ്പനികളുടെ ഓഹരി വില ഇടിഞ്ഞു. ബിസിനസ് ലോകം കൺഫ്യൂഷനിലായി. 3 വർഷത്തിന് ശേഷം എങ്ങനെ പഴയ ചെയർമാനെ തിരികെ കൊണ്ടുവരും? ടാറ്റ സൺസ് ഉടനെ സുപ്രീം കോടതിയിൽ പോയി. അവർ സ്റ്റേ ഓർഡർ വാങ്ങി. അവസാന യുദ്ധം സുപ്രീം കോടതിയിലായിരുന്നു. രണ്ടു കൂട്ടരും ശക്തമായി വാദിച്ചു. കോർപ്പറേറ്റ് ഗവേണൻസ് ആയിരുന്നു പ്രധാന വിഷയം. ഭൂരിപക്ഷമുള്ളവർക്ക് എന്തും തീരുമാനിക്കാമോ, അതോ ന്യൂനപക്ഷ ഷെയർ ഹോൾഡർമാർക്ക് പ്രത്യേക അവകാശമുണ്ടോ? ടാറ്റ സൺസ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് ടാറ്റയുടെ വക്കീലന്മാർ വാദിച്ചു. ചെയർമാനെ തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. മിസ്ത്രി വെറും ഒരു ജീവനക്കാരൻ മാത്രമായിരുന്നു എന്ന് അവർ പറഞ്ഞു. ടാറ്റ സൺസ് ഒരു പബ്ലിക് സ്ഥാപനം പോലെയാണെന്ന് മിസ്ത്രിയുടെ വക്കീലന്മാർ വാദിച്ചു. ചെറിയ ഷെയർ ഹോൾഡർമാരെ സംരക്ഷിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒടുവിൽ 2021 മാർച്ചിൽ സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞു. ജഡ്ജിമാർ ടാറ്റ ഗ്രൂപ്പിനെ പിന്തുണച്ചു. അവർ NCLATന്റെ വിധി റദ്ദാക്കി. സൈറസ് മിസ്ത്രിയെ പുറത്താക്കിയത് ലീഗലാണെന്ന് കോടതി പറഞ്ഞു. ന്യൂനപക്ഷ ഓഹരി ഉടമകളെ അടിച്ചമർത്തിയിട്ടില്ല. ചെയർമാനെ മാറ്റാൻ ബോർഡിന് പവറുണ്ട്. രത്തൻ ടാറ്റ യുദ്ധം വിജയിച്ചു. ഇത് ജയത്തിന്റെയും തോൽവിയുടെയും കാര്യമല്ല, ഇത് സത്യത്തിന്റെ കാര്യമാണ് എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. എന്നാൽ സൈറസ് മിസ്ത്രിക്ക് ഇത് വലിയ നഷ്ടമായിരുന്നു. ചെയർമാൻ സ്ഥാനം പോയി, കേസ് തോറ്റു. കുടുംബത്തിന്റെ പ്രശസ്തിക്ക് മങ്ങലേറ്റു. വിധിക്ക് ശേഷം ഷപ്പൂർജി പല്ലോൺജി ഗ്രൂപ്പ് വലിയ കടത്തിലായി. അവർക്ക് തങ്ങളുടെ ടാറ്റ ഷെയറുകൾ വിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടാറ്റ സൺസ് പറഞ്ഞു അങ്ങനെ പുറത്ത് വിൽക്കാൻ പറ്റില്ല എന്ന്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം നിയന്ത്രണങ്ങളുണ്ട്. ഷെയറുകൾ വാങ്ങാൻ ടാറ്റ തയ്യാറായി. പക്ഷേ വാല്യുവേഷൻ പ്രശ്നമായി. 1.75 ലക്ഷം കോടി രൂപ വിലയുണ്ടെന്ന് മിസ്ത്രി പറഞ്ഞു. എന്നാൽ അതിൽ വളരെ കുറവേ ഉള്ളൂ എന്ന് ടാറ്റ പറഞ്ഞു. ഈ പ്രശ്നം ഇപ്പോഴും സങ്കീർണമാണ്. ഇനി നമുക്ക് ഈ കഥയുടെ ദുരന്തപരമായ അവസാനത്തിലേക്ക് വരാം. കേസ് തോറ്റതിന് ശേഷം മിസ്ത്രി സൈലന്റായി. അദ്ദേഹം സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിച്ചു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചു. 2022 സെപ്റ്റംബർ 4 ആ ദുരന്തം സംഭവിച്ചു. ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു സൈറസ് മിസ്ത്രി. അദ്ദേഹം ഒരു മേഴ്സിഡീസ് കാറിലായിരുന്നു. പാലത്തിൽ വെച്ച് കാർ ഡിവൈഡറിലിടിച്ചു. സൈറസ് മിസ്ത്രി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വെറും 54 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രാജ്യം മുഴുവൻ ഞെട്ടി. അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും ദുഃഖിച്ചു. രത്തൻ ടാറ്റ അനുശോചനം അറിയിച്ചു. വളരെ സങ്കടകരമായ ഒരു അന്ത്യമായിരുന്നു അത്. ഈ കഥയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാം? ഒന്നാമത്തെ പാഠം കൾച്ചറാണ്. ടാറ്റയ്ക്ക് ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. അത് മൂല്യങ്ങളിലും ചാരിറ്റിയിലും അധിഷ്ഠിതമാണ്. അത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ പ്രശ്നമുണ്ടായി. ചരിത്രമുള്ള ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ നമ്മൾ അതിന്റെ ചരിത്രത്തെ ബഹുമാനിക്കണം. രണ്ടാമത്തെ പാഠം ഗവേണൻസ് ആണ്. ടാറ്റ സൺസിന്റെ ഘടന സങ്കീർണമായിരുന്നു. ട്രസ്റ്റിന് ബോർഡിന് മേൽ വലിയ അധികാരമുണ്ടായിരുന്നു. 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ക്ലാഷ് ഉണ്ടാകും. മൂന്നാമത്തെ പാഠം കമ്മ്യൂണിക്കേഷൻ ആണ്. രത്തൻ ടാറ്റയും മിസ്ത്രിയും തുറന്നു സംസാരിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. അവർ സംശയം വളരാൻ അനുവദിച്ചു. ഇന്ന് N ചന്ദ്രശേഖരനാണ് ചെയർമാൻ. അദ്ദേഹം നന്നായി കാര്യങ്ങൾ നടത്തുന്നു. എയർ ഇന്ത്യയെ ടാറ്റ തിരികെ വാങ്ങി. ബോംബെ ഹൗസിൽ സമാധാനം തിരികെ വന്നതായി തോന്നുന്നു. പക്ഷേ 2016 ആ മുറിവ് അവിടെയുണ്ട്. വലിയ കമ്പനികളിൽ പോലും ഇത്തരം പോരാട്ടങ്ങൾ നടക്കുമെന്ന് ഇത് കാണിച്ചു തന്നു. സൈറസ് മിസ്ത്രി തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരാളായി ഓർമ്മിക്കപ്പെടും. ഒരു വമ്പൻ ശക്തിക്കെതിരെ അദ്ദേഹം നിന്നു. കേസ് തോറ്റെങ്കിലും ഗവേണൻസിനെ കുറിച്ച് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ പ്രസക്തമാണ്. രത്തൻ ടാറ്റ തന്റെ ലെഗസി സംരക്ഷിച്ചു. ടാറ്റയുടെ മൂല്യങ്ങൾ നിലനിർത്താൻ അദ്ദേഹം പോരാടി. യുദ്ധം അവസാനിച്ചു. പക്ഷേ ചരിത്ര പുസ്തകങ്ങളിൽ ഈ 2 പാഴ്സി കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധം എപ്പോഴും ഉണ്ടാകും. അതൊരു ദുരന്തത്തിൽ അവസാനിച്ച കഥയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.